ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൻ്റെ കോൾഡ് സ്റ്റാർട്ടാണ് കേട്ടോ. അപ്പോൾ വണ്ടിയാണ് നിങ്ങൾ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല, ഫുൾ കാടാണ്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും കാട് വെട്ടുന്ന ആളെ വിളിച്ചിട്ട്, നമ്മുടെ ഒരു കമ്പനിക്കാരനാണ് കേട്ടോ, അവനെ വിളിച്ച് ഇതൊന്ന് കാട് വെട്ടി സെറ്റാക്കിയിട്ട് അകത്ത് കയറാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വണ്ടിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗായ്സ്, ഇതാണ് ബസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഓണറെ വിളിച്ചപ്പോൾ ഇപ്പം അവർ സ്റ്റാർട്ട് ചെയ്തോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെർമിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. അവർ പറഞ്ഞ് സ്റ്റാർട്ട് ആകത്തില്ലെന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. ഇതാണ് വണ്ടിയുടെ അവസ്ഥ. ഫുൾ കാടിൻ്റെ ഉള്ളിലാണ് മൊത്തം. 2 ഗ്ലാസ്സും ഇല്ല. പിന്നെ ബാക്കൊക്കെ എവിടെയോ ഇടിച്ച പോലെയൊക്കെ ഉണ്ട്. ഈ വണ്ടി എന്തിനെങ്ങനെ നിർത്തിയിട്ടേന്നുള്ള കാരണവും കാര്യങ്ങളൊക്കെ ഞാൻ തിരക്കിയപ്പോൾ അദ്ദേഹത്തിന് അത് നമ്മളടുത്ത് ഷെയർ ചെയ്യാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല. വണ്ടി എത്ര വർഷമായി നിർത്തിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം 10 വർഷത്തിന് മേളിലായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. ഇതിന് മുന്നേ ഈ വണ്ടി വേറൊരു സ്ഥലത്താണ് നിർത്തിയിട്ടിരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് ക്രെയിനിൽ കെട്ടിവലിക്കുകയോ അങ്ങനെ എന്തോ ചെയ്താണ് ഇവിടെ കൊണ്ടുവന്നിട്ടത്. അന്ന് അവിടെ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ അടുത്ത്. അതാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ആവില്ല എന്ന് പറഞ്ഞത്. എന്താണേലും നമ്മളെന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. വണ്ടികൾ സംബന്ധമായിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചോദിക്കാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതെ ഗായ്സ്, നമ്മൾ കാടൊക്കെ വെട്ടി വണ്ടിയുടെ അവസ്ഥ ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഭാഗ്യം ബാറ്ററി ടെർമിനലുകൾ 2 ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ സ്റ്റാർട്ടിങ് സ്വിച്ച് അതുപോലെ ഈ കാണുന്നതാണ് വണ്ടിയുടെ ഓയിൽ ഒഴിക്കുന്നത്. അതും തുറന്നു കിടക്കുക. അപ്പോൾ ഇതിൽ കൂടെ ഗ്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ കൂടെ ഫുള്ള് വെള്ളം ഇറങ്ങേണ്ട സാധ്യതയുണ്ട്. റേഡിയേറ്ററിൻ്റെ അടപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ മഴവെള്ളം വീണ് റേഡിയേറ്ററിൻ്റെ അകത്ത് ഫുള്ള് വെള്ളവും ഒരുമാതിരി ചെളി പോലത്തെ സാധനങ്ങളൊക്കെയാണ്. വണ്ടിയുടെ ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ ജാമായിട്ടിരിക്കുകയാണ്. നമ്മൾ ഡിപ്സ്റ്റിക്ക് എടുത്ത് നോക്കുമ്പോൾ ഓയിൽ ലെവലും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അതിന് പിന്നെ അതേപോലെ കട്ടി പിടിക്കാത്ത ഓയിലാണ്. വെള്ളം ഇറങ്ങിയേക്കുന്ന പോലെയൊന്നും തോന്നുന്നില്ല. എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ പുറത്താണ്. അത് മാത്രമല്ല ഇതിന് പേപ്പർ ടൈപ്പ് എയർ ഫിൽറ്ററാണ് വരിക. അപ്പോൾ അതൊക്കെ എന്താണെങ്കിലും പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇഞ്ചിൻ്റെ അവിടെ നിന്നുള്ള കണക്ഷനായിട്ട് അങ്ങോട്ട് ഊരി വിടുകയാണ്. പിന്നെ അതേപോലെ ആക്സിലറേറ്ററും ഈ വണ്ടിയുടെ ജാമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷനും ഒന്ന് അഴിച്ചു വിടണം. ബാറ്ററിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഈ വണ്ടിക്ക് 24 ആണ് വരിക. 2 ബാറ്ററി വേണം സ്റ്റാർട്ട് ആവാനായിട്ട്. അപ്പോൾ നമ്മളതൊക്കെ കണക്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രാങ്കിങ് പൊസിഷനിലൊന്ന് ആക്കി നോക്കുകയാണ്. ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ തന്നെ ബാക്കിയുള്ള ലൈറ്റും കാര്യങ്ങളും എല്ലാം തെളിയുന്നുണ്ട്. ഒക്കെ പക്കയാണ്. വണ്ടിയുടെ വയറിംഗ് സിസ്റ്റത്തിനൊന്നും വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമില്ല. പക്ഷേ മീറ്ററിൻ്റെ അവിടെയുള്ള സംഭവത്തിലേക്കൊന്നും കണക്ഷനൊന്നും വരുന്നില്ല. പിന്നെ അതുപോലെ നമ്മുടെ അടുത്ത് ഇതിൻ്റെ കീ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാൻ പോവാണ് നമ്മൾ.
നമ്മൾ ക്യാനിനകത്താണ് ഫ്യൂലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിൽ തുരുമ്പും കരടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ ഒരുപാട് ഡീസലും വേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്കൊരു 500 രൂപയുടെ ഡീസൽ ക്യാനിലുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ത്രൂ കണക്ഷൻ നേരെ പമ്പിലേക്ക് കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ത്രൂ കണക്ഷൻ കൊടുക്കാൻ നേരത്ത് നമുക്ക് ടാങ്കിൽ നിന്ന് പമ്പിലേക്ക് പോകുന്നൊരു കണക്ഷനും അതേപോലെ ഇതിൽ നിന്ന് റിട്ടേൺ ഓവർഫ്ലോ ആയിട്ട് ടാങ്കിലേക്ക് പോകുന്നൊരു കണക്ഷനും ഊരിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ഊരിയെടുത്തേക്കുന്ന മെയിൻ കണക്ഷനാണ്. മെയിൻ കണക്ഷനിലേക്ക് നമ്മൾ ക്യാനിൽ നിന്നുള്ളൊരു പൈപ്പ് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കും. എന്നിട്ട് നേരെ അങ്ങോട്ട് ഫിക്സ് ചെയ്യും. പിന്നെ അതേപോലെ ഓവർഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുപ്പിക്കകത്തോ ക്യാനിലോ എന്തെങ്കിലും പിടിച്ചാൽ മതി. അല്ലെങ്കിൽ ആ ഓവർഫ്ലോയിൽ നിന്ന് വേറെ ഒരു ട്യൂബ് എടുത്തിട്ട് നമ്മുടെ ഈ ക്യാനിലേക്ക് ഇടേണ്ടി വരും. ആ അറ്റം ലീക്കാണ്. അന്ന് നമ്മൾ ലോറിക്ക് പിടിപ്പിച്ചിട്ട് അയച്ചല്ലേ. ഇപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പമ്പിലേക്ക് കൊടുക്കാനുള്ള ഒരു കണക്ഷനാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് ബാക്കി ക്യാനിൽ നിന്നുള്ള ഡീസൽ ഇങ്ങോട്ട് വരുത്തണം. അത് അവിടെ കറിക്ക് ഇതിൻ്റെ ആക്സിലറേറ്റർ
വണ്ടിയുടെ ഐഡ്ലിങ് ഭയങ്കര കൂടുതലാണ്. വാട്ടർ പമ്പും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഫാനൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു 1 മിനിറ്റ് വരെയൊക്കെ നമുക്കിത് സ്റ്റാർട്ടിങ്ങിൽ നിർത്താം. നമുക്ക് അധികം നേരം സ്റ്റാർട്ട് ചെയ്ത് നിർത്താൻ പറ്റില്ല. ഈ വണ്ടിയുടെ സ്റ്റോപ്പ് ലിവർ കാണാനില്ല. അതേപോലെ തന്നെ ആക്സിലറേറ്റർ ജാം ആയിട്ടിരിക്കുകയാണ് പമ്പിൻ്റെ അകത്ത്. കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരിവിട്ടു. അതുകൊണ്ടാണ് നമ്മൾ എയർ ഇൻടേക്ക് ലോക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടി ഓഫ് ചെയ്തത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.